السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗതിദയാലു റസൂലുള്ളാഹ് آمنا بحبيب الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിന് തന്നെ കാരണഹേതുവായ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ പരിസരവും എന്നു മാത്രമല്ല സർവം സൃഷ്ടിക്കപ്പെടാൻ കാരണദൂതരായ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ മീലാദിന്റെ നാളുകൾ നമ്മിലേക്ക് അടുത്ത് വരികയാണ്. ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ നാളുകളാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ ഒരു വിശേഷ ദിവസം വരുമ്പോൾ ആ ദിവസത്തെ നമ്മൾ സന്തോഷത്തോടുകൂടെ വീടും പരിസരവും അലങ്കരിക്കുകയും ആ ദിവസത്തിൽ വല്ലാത്ത സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമുക്ക് ഈ ലോകത്ത് അല്ലാഹു നൽകിയതിൽ വെച്ച ഏറ്റവും വലിയ നിഅ്മത്ത്, ആ നിഅ്മത്തിനെ പറയാനും പാടാനും അതിൽ സന്തോഷിക്കാനും പവിത്രമായ നാളുകൾ നമ്മിലേക്ക് വരുമ്പോൾ വീട്ടിൽ ബാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഒരൽപ്പമെങ്കിലും ഹബീബായ മുത്തുനബിയെ സ്മരിച്ചുകൊണ്ടുള്ള മൗലിദ് ചൊല്ലിയില്ലെങ്കിൽ, സ്വലാത്തിന്റെ ഈരടികൾ കൊണ്ട്, മദ്ഹിന്റെ സുന്ദരമായ രാഗങ്ങൾ കൊണ്ട് വീട്ടിൽ ഇനിയും നമ്മളാരും ആ റബീഇനെ വരവേൽക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ ഈമാൻ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിഷയം നമ്മുടെ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ആദ്യത്തെ നാളുകളിൽ തന്നെ ഞാൻ പറഞ്ഞു. ഈമാനിന്റെ പൂർത്തീകരണത്തിന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖ്, അവിടുത്തോടുള്ള മഹബ്ബത്ത് അനിവാര്യമാണ്. ആ മഹബ്ബത്ത് നമുക്ക് കൂടി വരണമെങ്കിൽ, അല്ലെങ്കിൽ ആ മഹബ്ബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാം സ്നേഹിക്കുന്ന ആളെക്കുറിച്ച്, നമ്മൾ ബഹുമാനിക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, പഠിക്കുക എന്നുള്ളത്. ആ ഒരു ഉദ്ദേശത്തിലാണ്
നമ്മൾ ഈ മഹബ്ബ ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ സംരംഭം ആരംഭിച്ചതും അൽഹംദുലില്ലാഹ് നിങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ നിങ്ങളെല്ലാം ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ ജാസ്തിയാവണം. അതിലേറെ പ്രധാനപ്പെട്ട വിഷയം ഹബീബായ തങ്ങളെ അറിയൽ തന്നെയാണ്. അതോടൊപ്പം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം സ്വലാത്തുകൾ ജാസ്തിയാക്കേണ്ടതുണ്ട്. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ മലായികത്ത് നമുക്ക് വേണ്ടി അവര് 10 സ്വലാത്ത് മിനിമം ചൊല്ലും. നമുക്ക് വേണ്ടി അവർ 10 സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് അവർ തേടും. നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. ആയിപ്പോയ തപ്പുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ, ആ തൗബയുടെ മനസ്സുമായി റബ്ബിനോട് പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ സ്വീകാര്യത കിട്ടുമോ ഇല്ലയോ അല്ലാഹു അഅലം. സ്വീകരിക്കുന്നവൻ റബ്ബാണ്. കാരണം ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക്, ഒരു തപ്പിൽ നിന്ന് മറ്റൊരു തപ്പിലേക്ക്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ ഒരു സ്വലാത്തിനിക്ക് ബദലായി അള്ളാഹു വെച്ച സിസ്റ്റമാണ് നമുക്ക് വേണ്ടി 10 വട്ടം മലായികത്ത് ഇസ്തിഗ്ഫാറിനെ കേൾക്കും. അള്ളാഹുവിനിക്ക് തസ്ബീഹ് ചൊല്ലുന്ന, അള്ളാഹു പറഞ്ഞതിൽ നിന്ന് ഒരിത്തിരി പോലും അപ്പുറം നിൽക്കാത്ത ആ മലായികത്തിന്റെ ഇസ്തിഗ്ഫാർ നമുക്ക് വേണ്ടി കിട്ടാൻ സ്വലാത്ത് കാരണമാകുന്നു. സ്വലാത്ത് ഒരിക്കലും നഷ്ടമല്ല എന്ന് പറയുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഏതായാലും എൻ്റെ ഈമാനുള്ള ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ദിവസവും നമ്മൾ 100 അല്ല 1000 വട്ടം, 1000 വട്ടം ചുരുങ്ങിയത് സ്വലാത്തുകൾ ചൊല്ലണം. ഉറങ്ങുന്നതിന്റെ മുമ്പ് അത് ചൊല്ലിയെന്ന് ഉറപ്പ് വരുത്തണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വേറെ എല്ലാ കാര്യങ്ങളാക്കാനും നമുക്ക് സമയമുണ്ട്. ഫോണിൽ ഉള്ള റീൽസ് എല്ലാം നോക്കാൻ, ഷോർട്സ് എല്ലാം നോക്കാൻ, അതിനെല്ലാം നമുക്ക് സമയമുണ്ട്. 1000 സ്വലാത്ത് ചൊല്ലാൻ സമയമില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് നമ്മുടെ എല്ലാം ഖൽബിൽ അല്ലാഹു തആല ജാസ്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ അവിടുത്തെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം, ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവരുടെ കൂടെ ഷാമിലേക്കും മറ്റും യാത്രകൾ പോവുകയും ആ യാത്രയിൽ സംഭവിക്കുന്ന ചില അത്ഭുതങ്ങളും പ്രവചിക്കപ്പെട്ട പ്രവാചകന്റെ വരവ്, ആ വരവ് അന്വേഷിച്ചുകൊണ്ട് നസാറാക്കൾ വരികയും ബഹീറ എന്ന് പറയുന്ന പുരോഹിതൻ അവരോട് ഒരു മുന്നറിയിപ്പ് പോലെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നസ്തുറ എന്ന് പറയുന്ന മറ്റൊരു പുരോഹിതൻ ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ 18ാമത്തെ വയസ്സിൽ, അതല്ലെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20ാമത്തെ വയസ്സിൽ നടത്തിയ യാത്രയും, ആ യാത്രയിൽ നസ്തുറ ആ പ്രസ്തുത മരത്തിന്റെ കീഴെ ഇരിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ തങ്ങളോട് അയാൾ ആരാണ് എന്ന് ചോദിക്കുകയും ആ മരച്ചുവട്ടിൽ അമ്പിയാക്കളല്ലാതെ, അതല്ലെങ്കിൽ ആ മരച്ചുവട്ടിൽ അമ്പിയാക്കൾക്കല്ലാതെ ഇതുവരെ തണലൊരുക്കപ്പെട്ടിട്ടില്ല എന്ന വിഷയവും പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതിൽ പിന്നെ മൈസറത്തിന്റെ കൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സാകുന്നതിന്റെ അടുത്ത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സാധനങ്ങളുമായി ഷാമിലേക്ക് യാത്ര നടത്തുകയും ആ യാത്രാമധ്യേ ബസ്രയിലും അതോടൊപ്പം തന്നെ പോകുന്ന
ആ യാത്രയിൽ മുത്തുനബിക്ക് മേഘം തണലിട്ട് കൊടുക്കുകയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ള ആ യാത്രയിൽ സാധാരണയിൽ കാണാത്ത ലാഭവും വിഷയങ്ങളുമൊക്കെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ ഒരു വ്യക്തിത്വത്തിന്റെ വിഷയങ്ങളെല്ലാം മൈസറത്ത് വന്നുകൊണ്ട് ഖദീജ ഉമ്മയോട് പറയുന്ന ഒരു സാഹചര്യവും നമ്മൾ പറഞ്ഞു. ഏതായാലും ഇന്ന് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ വാക്കുകളിൽ തന്നെയാണ് പറയുന്നത്. ഖദീജ ബീവി മുത്തുനബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സുന്ദരമായ നിമിഷം. കഴിഞ്ഞ ദിവസം അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് മഹദിയാം ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഈ വരുന്ന യാത്രാ സംഘത്തിൽ അതുവരെ ഇല്ലാത്ത ലാഭവും വല്ലാത്ത മാറ്റവും ആ വിഷയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് മൈസറത്ത് നേരത്തെ യാത്രാ സംഘം വരുന്ന വിഷയം അറിയിക്കാൻ ഒരാളെ വിടുകയും അയാൾ പോയി ബീവി ഖദീജ റളിയല്ലാഹു അൻഹയോട് വിഷയം പറഞ്ഞപ്പോ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ആ വിഷയം ഈ വരുന്ന യാത്രാ സംഘത്തെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീടിന്റെ മാളികപ്പുറത്ത് കയറിയിരിക്കുമ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ ചെറുപ്പക്കാരൻ മുന്നിൽ നിന്നുകൊണ്ട് വരുന്ന സംഘത്തിൽ ഹബീബായ മുത്തുനബിയുടെ ചുറ്റിലും അപ്പുറവും ഇപ്പുറവും വാളൂരി പിടിച്ചു നിൽക്കുന്ന, തൽവാരൂരി പിടിച്ചു നിൽക്കുന്ന അള്ളാഹുവിന്റെ മലായികത്തുകളെ മഹദിയാം ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കാണുകയാണ്. അത് കണ്ട മാത്രയിൽ അവിടുത്തെ മനസ്സിൽ ഈ വരുന്ന മനുഷ്യൻ ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കുകയും ഇദ്ദേഹം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നല്ലതായിരിക്കുമെന്ന വിഷയം മഹദി ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് ഹബീബായ മുത്തുനബിയെ വിവാഹം കഴിക്കുക എന്ന ഒരാഗ്രഹത്തിലേക്ക് ബീവി വഴിമാറുന്നത്. ഏതായാലും നാളുകൾ കഴിഞ്ഞു. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലുള്ള ആഗ്രഹം കാരണവരുമായി ചർച്ച നടത്തി വിഷയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെത്തി. അവിടുത്തേക്ക് ആ ബന്ധത്തിൽ താല്പര്യം അറിയിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കുന്നത്. ഹബീബായ തങ്ങൾക്ക് അപ്പോൾ 25 വയസ്സ് മാത്രമാണ് പ്രായം. ഖദീജ ബീവിക്കോ ആ സമയം ബീവിയുടെ വയസ്സ് 40. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നേരത്തെ 2 പേരെ വിവാഹം കഴിച്ചിട്ടുണ്ടായി. ആ 2 പേരും വഫാത്താവുകയും മൗത്താവുകയും അതിന്റെ ശേഷമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കുന്നതും. ആ ദാമ്പത്യ ബന്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ബീബി റളിയല്ലാഹു അൻഹക്ക് 6 മക്കളെ നൽകുകയും ചെയ്തു എന്ന് കാണാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മംഗലാക്കുന്നതിന് മുമ്പ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആദ്യം അവിടുന്ന് മംഗലാക്കിയത് അതീഖ് ഇബ്നു ആബിദ് എന്ന് പറയുന്ന മനുഷ്യനെ ആയിരുന്നു. അദ്ദേഹം മൗത്തായതിൽ പിന്നെ അബൂ ഹാല എന്ന് പറയുന്ന ആളെ പിന്നീട് മഹദിയെ വിവാഹം കഴിച്ചു. അയാൾ മഹദിയെ വിവാഹം കഴിച്ചു. അദ്ദേഹവും മരിച്ചതിന്റെ ശേഷമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയാം ഖദീജ ഉമ്മയെ വിവാഹം കഴിക്കുന്നത് എന്ന് കാണാം. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ വിവാഹം കഴിച്ചപ്പോ സ്വാഭാവികമായും നാട്ടുകാരുടെ ബായി വെറുതെ ഇരിക്കൂല. ഹബീബായ തങ്ങൾ ദരിദ്രനായ, വേണ്ട രീതിയിൽ സമ്പത്തോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഫഖീറായ മനുഷ്യനാണ് എന്ന് ആ നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ ഖദീജ ഉമ്മയോ വർത്തക പ്രമുഖയാണ്. ആ നാട്ടിലേറ്റവും കൂടുതൽ പുറത്തേക്ക് ഷാമിലേക്കും മറ്റുമെല്ലാം ചരക്കുമായി പോകുന്ന കച്ചവട സംഘത്തിന്റെ അമീറയാണ്. ഇങ്ങനെയെല്ലാം വിഷയങ്ങൾ ഉണ്ടായപ്പോ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി,
ഇന്ന മുഹമ്മദൻ ഫഖീറുൻ ഖദ് തസവ്വജ ബിഅഅനൈ നിസാഇ ഫകൈഫ റളിയത് ഖദീജതു ബിഫഖ്രിഹി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഫഖീറാണല്ലോ. ആ ഫഖീറായ മുത്തുനബിയെ നിസാ, ആ മക്കയിലെ പെണ്ണുങ്ങളിൽ ഏറ്റവും സമ്പന്നയായ ഖദീജ വിവാഹം ചെയ്തു. എങ്ങനെയാണ് അവർക്ക് പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള സംസാരങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുറിച്ചിങ്ങനെ അവിടുത്തേക്ക് ബേജാറാകുന്ന രീതിയിൽ ഖദീജ ബീവിയെ കുറിച്ചും അതേ ഹബീബായ തങ്ങളെക്കുറിച്ചുമുള്ള സംസാരം നടക്കുന്നുണ്ട് എന്ന വിഷയം അറിഞ്ഞപ്പോ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തതറിയുമോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാതൊരു പ്രയാസവും വരാൻ പാടില്ല, അഭിമാനത്തിന് ക്ഷതം വരാൻ പാടില്ല, അവിടുത്തേക്കൊരു ബേജാറും ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മക്കയിലും പരിസര പ്രദേശത്തുമുള്ള എല്ലാ ആളുകളെയും വിശിഷ്യ പ്രമുഖരായ ആളുകളെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, സുബ്ഹാന റബ്ബി, തീർച്ചയായും എന്റെ ഈ സമ്പത്തെല്ലാം ഇനി മുതൽ മുഹമ്മദിനുള്ളതാണ്. എന്റെ ഈ സമ്പത്തെല്ലാം അതിന്റെ അവകാശി മുഹമ്മദാണ്. സുബ്ഹാനല്ലാഹ്. ഈ വിഷയമങ്ങ് പറഞ്ഞപ്പോ അപ്പോഴും പറയാൻ ആളുകളുണ്ട്. അവരെല്ലാം പറഞ്ഞു വരത്തി, മുഹമ്മദുൻ അംസാ മിൻ അഅന അഗ്നാ അഹ്ലി മക്കത വ ഖദീജതു അംസത് മിൻ അഫ്ഖരി അഹ്ലിഹാ. മുഹമ്മദ് നബി ഒറ്റ ദിവസം കൊണ്ട് മക്കയിലെ വലിയ പ്രമുഖ വർത്തകനായി മാറിയിരിക്കുന്നു, സമ്പന്നനായി മാറിയിരിക്കുന്നു. ഖദീജയോ ഏറ്റവും ഫഖീറായ സ്ത്രീയായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞെങ്കിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ബേജാറ്. കാരണം എന്താ? തന്നെ മംഗലാക്കിയത് കൊണ്ടല്ലേ മഹദിയായ ഖദീജ ഉമ്മാക്ക്, ഖദീജ ബീവിക്ക് ഒരു പ്രയാസം. യഥാർത്ഥത്തിൽ ബീവിക്ക് മനസ്സിൽ ലവലേശം പ്രയാസമില്ല, ഒരു പ്രയാസമോ ഒരു ബേജാറോ ഇല്ല. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് വല്ലാത്ത ഈ ഒരു ത്യാഗം ചെയ്തപ്പോ വിശുദ്ധ ഇസ്ലാമിന് വേണ്ടിയിട്ടാ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുപോയി, ബിമ ഉകാഫിഉ ഖദീജത, ഇതിനിക്ക് ഞാൻ ബദലായി ഖദീജക്ക് എന്ത് ചെയ്യും? ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞ അവിടുന്ന് ചിന്തിച്ച നിമിഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയും അവിടുത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ യുഖ്രിയുകസ്സലാം, ഹബീബായ തങ്ങളെ അങ്ങയോട് അല്ലാഹു തആല സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വയഖൂലു, അല്ലാഹ് പറയുന്നു, കാഫഅതു ഖദീജത അലൈനാ, ഖദീജക്കുള്ള ഇതിനിക്കുള്ള അതാ മറുപടി, അല്ലെങ്കിൽ ഇതിനിക്ക് ബദലായി നൽകുന്നത് അത് നമ്മുടെ അടുക്കലാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ അതിന് കാത്തിരുന്നില്ലേ? കാലങ്ങൾ കഴിഞ്ഞ് മിഅ്റാജിന്റെ രാത്രിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ടതുണ്ട്. എന്നാലും ഈ ഒരു സമയത്ത് പറയുകയാണ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അതാ സ്വർഗവും നരകവും വ്യത്യസ്തമായ വാനലോകത്തിലെ അത്ഭുതങ്ങളും കണ്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് 5 വഖ്ത് നിസ്കാരവും സ്വീകരിച്ചു വരുന്ന ആ സുന്ദരമായ മിഅ്റാജിന്റെ രാത്രിയിൽ അതാ സ്വർഗ
സ്വർഗത്തിൽ നോക്കുന്ന സമയം കാണുന്ന കാഴ്ച എന്താ? വല്ലാത്ത നല്ല രസമുള്ള ഒരു കൊട്ടാരമാ. ആ കൊട്ടാരത്തെ പോലെ ഒരു കൊട്ടാരവും വേറെ ഹബീബായ തങ്ങളാ സ്വർഗത്തിൽ കണ്ടില്ല. അത്രമേൽ സുന്ദരമാ. ആ സുന്ദരമായ കൊട്ടാരം അങ്ങ് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, യാ ജിബ്രീലു ലിമൻ ഹാദിഹിൽ ഖസ്റു? ഓ ജിബ്രീലെ, ആർക്കുള്ളതാണ് ഈ കൊട്ടാരം? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഹനീഅൻ ലഹാ ലഖദ് അഹ്സനല്ലാഹു മുകാഫഅതഹാ. ഹബീബായ തങ്ങളെ, ബീവി ഖദീജ അവിടുത്തേക്ക് സന്തോഷമുള്ള വിഷയമാ. അല്ലാഹു അവരോട് നല്ല രൂപത്തിലതാ തുല്യത കാണിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ മുത്ത് നബിക്ക് മറുപടി നൽകുകയാണ്. ഏതായാലും എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അവിടുത്തെ സകലതിനെയും സമ്പത്തിനെയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുകയാണ്. യാതൊരു ബേജാറുമില്ല, ഒരു കംപ്ലൈന്റുമില്ല. അതല്ലേ വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത്, വവജദക ആയിലൻ ഫഅഗ്നാ. നബിയെ, അങ്ങയെ ദരിദ്രരായി അള്ളാഹു എത്തിച്ചിരുന്നു, പക്ഷേ അവർ അങ്ങയെ ഐശ്വര്യവാനാക്കി മാറ്റി. ഏതായാലും മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബായ മുത്തുനബിക്ക് താങ്ങും തണലുമാ. ആ തണലൊരുക്കിയത് ഹബീബായ മുത്തുനബിക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചതാ. ബീവിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങൾക്ക് വേണ്ടി സകലതും നൽകുകയാണ്. അവിടുത്തെ ജീവിതം തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവുമായി നൽകുന്ന സുന്ദരമായ ജീവിതം, ആ ഒരു ദാമ്പത്യം കാണാം. ഹബീബായ തങ്ങളും മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ ആ രീതിയിൽ തന്നെയാണ് പരിഗണിച്ചത്. ബീവി മൗത്തായതിൽ പിന്നെ പലപ്പോഴും ബീവിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളും ആടിനെ അറുക്കുകയും ആളുകൾക്കെല്ലാം വിതരണം ചെയ്യുകയും, പ്രത്യേകിച്ച് ബീവിയുടെ അടുത്ത കൂട്ടുകാരായ പലപ്പോഴും കാണാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദ്ഹബൂ ബിഹാ ഇലാ ബൈതി ഫുലാനതിൻ ഫഇന്നഹാ കാനത് സ്വദീഖതൻ ലിഖദീജത ഇന്നഹാ കാനത് തുഹിബ്ബു ഖദീജ. ഹബീബായ തങ്ങളതാ പ്രത്യേകമായിരിക്കുന്ന ഹദിയയോ അതല്ലെങ്കിൽ സമ്മാനങ്ങളോ പറഞ്ഞയച്ചുകൊണ്ട് അവിടുന്ന് പറയും, ഇന്നാലിന്ന സ്ത്രീയുടെ അടുക്കലേക്ക് പോകണം, ഇതവിടെ കൊണ്ടുപോയി കൊടുക്കണം. കാരണം എന്താ? അവര് ഖദീജ ബീവിയുടെ ചങ്ങാഴ്ചയാണ്, ഖദീജ ബീവിയുടെ സ്വദീഖത്താണ്. ഖദീജ ബീവി അവരെ വല്ലാണ്ട് സ്നേഹിച്ചിരുന്നു, അവരും ഖദീജ ബീവിയെ സ്നേഹിച്ചവരാ. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നവരാ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ. ആ സുന്ദരമായ ദാമ്പത്യം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ കൂടെ പറയാം. ഖുറൈശികളുടെ നേതൃത്വത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ കഅബ പുതുക്കി പണിത ഒരു സാഹചര്യം. ആ സമയത്ത് പണിയുടെ ആവശ്യത്തിന് വേണ്ടി ഹജറുൽ അസ്വദ് പുറത്തേക്കെടുത്ത് വെച്ചിട്ടുണ്ടായി. ഈ ഹജറുൽ അസ്വദിനെ തിരിച്ച് അതിന്റെ സ്ഥാനത്തേക്ക് തന്നെ വെക്കണം. ആ സമയത്തിൽ അവിടെ ഇങ്ങനെ ആ കൂടി നിൽക്കുന്ന വ്യത്യസ്ത കബീലയിലുള്ള ആളുകളുണ്ട്. അവർക്കിടയിൽ വലിയ ചർച്ച നടക്കുകയാണ്. ആരാണ് ഈ ഹജറിനെടുത്ത് വെക്കുക? ആ ചർച്ച ഒരു തർക്കത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അവരൊരു പരിഹാരം പറഞ്ഞു. അങ്ങോട്ട് കടന്നു വരുന്ന വ്യത്യസ്ത ബാബുകളിൽ ബാബുസലാം എന്ന പേരുള്ള ഒരു വാതിലുണ്ട്. ആ വാതിലൂടെ ആരാണ് ആദ്യം കടന്നു വരിക, ആ കടന്നു വരുന്ന ആള്
അയാളോട് ചോദിക്കാം, അയാൾ പറയുന്നത് പോലെ ചെയ്യാം എന്ന് പറയുകയും അവരെല്ലാം കാത്തിരിക്കുമ്പോൾ കടന്നു വരുന്നതാരാണ്? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അത് കണ്ട മാത്രയിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞില്ലേ, ഹാദാ മുഹമ്മദുൻ ഹാദൽ അമീനു ഖദ് റദീനാ ബിഹി. അത് മുഹമ്മദ് നബിയാണ്, മുഹമ്മദാണ്, അത് നമ്മുടെ അൽ അമീനാണ്, അവരിൽ ഞങ്ങളെല്ലാം തൃപ്തരാണ് എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷയം പറഞ്ഞപ്പോ അവിടുന്നതാ ഒരു തീരുമാനം കാണുകയാണ്. അവിടുത്തെ തടിയിലുള്ള അവിടുത്തെ അടുക്കലുള്ള തട്ടം അവിടെ വെച്ച് ആ തട്ടത്തിലേക്ക് ആ ഹജറിനെ എടുത്തു വെക്കുകയും ഓരോ കബീലയിലും പ്രധാനപ്പെട്ട ആളുകളോടും ആ തട്ടത്തിന്റെ സൈഡുകളിൽ പിടിക്കാൻ പറയുകയും അങ്ങനെ അതിനെ ഉയർത്തുകയും ഹജറിനെ ഹബീബായ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കല്ലുകൊണ്ടെടുത്ത് അതിന്റെ സ്ഥാനത്തേക്ക് വെക്കുകയും ചെയ്തു. പിന്നീടോ ഒരുപാട് അത്ഭുതങ്ങൾ പിന്നീടും നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു സമുറ എന്നവരിൽ നിന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ഹബീബായ തങ്ങൾ പറയുന്നു, ഇന്നി ലഅരിഫു ഹജറൻ ബിമക്കത കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ അബഅസ ഇലയ്യ ലഅരിഫുൽ ആൻ. മക്കയിൽ ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ എന്നോട് സലാം പറയുന്ന കല്ലുണ്ടായിരുന്നു. ആ കല്ലിനെ ഇന്നും എനിക്കറിയാം. ഇങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രായം 40-നോടടുത്ത് വരികയാണ്. ആ 40-ാമത്തെ ആണ്ടെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസങ്ങൾ ഇങ്ങനെ രൂപപ്പെടുകയാണ്. എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുകയാണ്, എന്തെന്തൊക്കെയോ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് ആളൊഴിഞ്ഞ കുറച്ചപ്പുറമുള്ള ഹിറാ ഗുഹയിലേക്ക് ആ ഗുഹയുടെ ഉൾഗ പോവുകയും അവിടെ ഇരിക്കുകയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ മാർഗത്തിലുള്ള ഇബാദാത്തുകളെ കൊണ്ട് സജീവമാക്കുകയും ചെയ്യുന്നു. അവിടെയും ഖദീജ ബീവിയുണ്ട്. ഹബീബായ തങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വ്യവസ്ഥയും കാര്യങ്ങളും എല്ലാം ഒരുക്കി മഹദിയായ ഖദീജ ഉമ്മ ഹബീബായ തങ്ങളെ പരിചരിക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് വേണ്ട സേവനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ ഹബീബായ മുത്തുനബിയുടെ മുന്നിലേക്ക് ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. ആരാണ് അയാൾ? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്തിലേക്ക് കടക്കുകയാണ്. ഇനിയാണ് സംഭവ ബഹുലമായ മുത്തുനബിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നാളുകൾ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ലാസ് ഒന്നിങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തുമായി ബന്ധപ്പെട്ട വിഷയം അടുത്ത ക്ലാസ്സിൽ പറയും. അതിനോടനുബന്ധമായ വിഷയങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെ കുറിച്ച് പറയണം. മുത്തുനബി മദീനയിലേക്ക് കടന്നു വരുന്ന ആ സുന്ദരമായ നിമിഷങ്ങൾ, അതും ഒരു റബീഉൽ അവ്വൽ 12-നാണ്, തിങ്കളാഴ്ച ദിവസമാണ്. അന്നത്തെ നാളിൽ നമ്മുടെ ക്ലാസ് അതാവണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, നമ്മുടെ ക്ലാസ്സിനെ സ്വീകരിക്കട്ടെ. ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. കുടുംബത്തിലും ഓരോ വിഷയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ, രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകട്ടെ. ജീവിതത്തിൽ വലിയ നിമ്മതിയും ആശ്വാസവും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.